എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 വർഷത്തെ കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അതായത് കീം 2024 പ്രവേശനവുമായി ബന്ധപ്പെട്ട് റീഫണ്ട് റിട്ടേൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുകൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ ഉണ്ടായിരുന്ന ആ ഒരു റീഫണ്ട് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതുപോലെ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഓരോ വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രൊഫൈലിലും നൽകിയതിലേക്ക് വന്നിട്ട് എന്തെങ്കിലും അക്കൗണ്ട്സിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് അതായത് IFSC കോഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ് തെറ്റിയത് കാരണമൊക്കെ വരാതിരുന്ന കാരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്നതിനായിട്ട് വീണ്ടും അവസരം. അപ്പോൾ 2024-25 അധ്യയന വർഷത്തെ കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടുള്ളവർക്ക് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് 1ാം ഘട്ടം റീഫണ്ട് നൽകിയിരുന്നു. അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് തെറ്റായതു കാരണം റീഫണ്ട് ലഭിക്കാത്തവർക്ക് ഒരിക്കൽ കൂടി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം നൽകുന്നു. റീഫണ്ട് റിട്ടേൺ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി പ്രവേശിച്ച് സബ്മിറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ 20/3/2025 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് രേഖപ്പെടുത്തി ശരിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന ഒരു സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് എടുക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ ഭാവി ആവശ്യത്തിനായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ തുക ലഭ്യമാകുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു കുറിപ്പ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റെയോ പേരിലുള്ളതായിരിക്കണം. ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുള്ളൂ. അതായത് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുള്ളൂ. സീറോ ബാലൻസ് അല്ലെങ്കിൽ ബേസിക് സേവിംഗ് അക്കൗണ്ട്, ടൈനി അക്കൗണ്ട്, ജനപ്രിയ അക്കൗണ്ട് എന്നിവയിൽ റീഫണ്ട് ലഭിക്കുന്നതല്ല. NRI അക്കൗണ്ടിലേക്ക് റീഫണ്ട് കിട്ടുന്നതല്ല. അതായത് NRI അക്കൗണ്ടിലേക്ക് റീഫണ്ട് നൽകുന്നതല്ല. അതുപോലെ തന്നെ വിവരങ്ങൾ തെറ്റായി നൽകുന്നത് കാരണം റീഫണ്ട് തുക ലഭിക്കാതിരുന്നാൽ പ്രവേശന കമ്മീഷണർ ഉത്തരവാദിയാവുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായിട്ട് നൽകാത്തവരുടെ തുക ഇനിയൊരു അറിയിപ്പില്ലാതെ തന്നെ സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതാണ്. അതായത് നിങ്ങൾ അക്കൗണ്ട് വിവരങ്ങൾ ഇനിയും കൃത്യമായിട്ട് നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പൈസ പിന്നീട് കിട്ടില്ല. അത് ഗവൺമെൻറ്റിലേക്ക് അത് മാറ്റുന്നതാണ്. പിന്നീട് ആ ഒരു പൈസ റീഫണ്ട് കിട്ടുന്നതല്ല. അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ റീഫണ്ട് ലിസ്റ്റ്, റീഫണ്ട് ഫേസ് അതായത് റിട്ടേൺഡ് ലിസ്റ്റ്, റീഫണ്ട് ഫേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീഫണ്ടിൻ്റെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർക്കൊക്കെയാണ് എത്ര പൈസയാണ് റീഫണ്ടായിട്ട് കിട്ടാനുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് നൽകിയതിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തെറ്റായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പൈസയാണ് റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു റീഫണ്ടിനായിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നോക്കിയിട്ട് അതായത് മാർച്ച് 20-നുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൽകുന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ തെറ്റിയിട്ടില്ല, അതുപോലെ അത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ റീഫണ്ടിനായിട്ട് അപേക്ഷിച്ച ശേഷം പിന്നീട് അവരുടെ ആ ഒരു പൈസ അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ തെറ്റുകൾ കാരണോ മറ്റോ അത് റീഫണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരാതിരുന്ന വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം അതായത് ഈ ഒരു റീഫണ്ട് ഫേസ് 2 എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് റീഫണ്ടിന് അർഹത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും.
അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റീഫണ്ടിന് അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു മാർച്ച് 20-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റീഫണ്ടിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ റീഫണ്ട് ലിസ്റ്റ് phase 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീഫണ്ട് ആദ്യമായിട്ട് അതായത് ഈ ഒരു ആർക്കൊക്കെയാണ് ഈ ഒരു phase 1-ൽ അർഹത ഉണ്ടായിരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് റീഫണ്ടിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു റീഫണ്ടിനായിട്ട് അതായത് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗിൻ ചെയ്യാനുള്ള ഭാഗം, അവിടെ ലോഗിൻ ചെയ്യുക. അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു പേജിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് അത് റിക്കവർ ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതായത് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാം. നൽകുന്ന അക്കൗണ്ട് നിർബന്ധമായിട്ടും സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി അതുപോലെ IFSC കോഡും കാര്യങ്ങളൊക്കെ നൽകിയ ശേഷം അതൊക്കെ കൃത്യമാണ്, തെറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു കാര്യങ്ങൾ തെറ്റുവരുത്താറുണ്ട്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇനിയൊരു റീഫണ്ടിനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പൈസ ഗവൺമെൻറ്റിലേക്ക് മുതൽ കൂട്ടുന്നത് ആയിരിക്കും. അതായത് പിന്നീട് അത് ഗവൺമെൻറ്റിൻ്റെ പൈസ ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മാർച്ച് 20-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.